ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങ വറുത്തരച്ച് വെക്കുന്ന വെണ്ടയ്ക്ക തീയൽ. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവട്ടെ. ഒരു അരമുറി തേങ്ങയുടെ 1/4 ഭാഗത്തോളം തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങയുടെ 1/4 ഭാഗത്തോളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതിലേക്ക് നമുക്കൊരു 2 ചെറിയ ഉള്ളി ചേർക്കണം. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വലിയ ഉള്ളിയുടെ ചെറിയൊരു കഷ്ണം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2-3 കറിവേപ്പില ഇലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്, അന്നേരം തീയലിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഒരു ബ്രൗൺ നിറത്തിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കാവൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഉലുവ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തേങ്ങയുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചൂടിൽ ഇതിൻ്റെ പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, തണുത്ത വെള്ളം കേട്ടോ, ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ നമുക്കൊരു ടേസ്റ്റ് അതിൻ്റെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് വെളിച്ചെണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു മീഡിയം സൈസ് വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് നല്ല രീതിയിൽ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കണം. വെണ്ടയ്ക്ക അത് ഞാനൊരു 8 വെണ്ടയ്ക്ക, ഒരു മീഡിയം സൈസ് 8 വെണ്ടയ്ക്കയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് ആ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊന്ന് മാറിക്കിട്ടാനാണ് ഇതിലേക്ക് നേരത്തെ ചേർത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് എന്നിട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാന്താരിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളവും കൂടിയും ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. നല്ല രീതിയിൽ ഇതൊന്ന് തിളച്ച് വരുന്ന ഒരു ടൈമിൽ വേണം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാൻ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച ആ അരപ്പ്, തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടെ, ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം വെണ്ടയ്ക്ക അറിയാമല്ലോ, ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക കുക്ക് ചെയ്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ആ ജാറൊന്ന് കഴുകി ഒന്ന് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതാണ്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഉപ്പോ പുളിയോ ഒക്കെ നോക്കാം. കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിക്കാം കേട്ടോ. അതിനായിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടാവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളകും കൂടെയും ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെയും ചേർത്ത് നമുക്ക് ഇതിലേക്ക് വറുത്തൊഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക തീയൽ അന്നേരം റെഡിയാവും. അപ്പം
അപ്പം നല്ല സിമ്പിളായിട്ട് നമുക്ക് വെണ്ടയ്ക്ക തീയൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.